സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളുമായി കെ.എസ്.ഇ.ബി. ഇതുവരെ തുടങ്ങാത്ത എല്ലാ പദ്ധതികളും മാറ്റിവെക്കാൻ ചെയർമാൻ നിർദ്ദേശം നൽകി. ദീർഘകാല കരാർ റദ്ദാക്കിയതും മഴ ലഭിക്കാഞ്ഞതുമാണ് പ്രതിസന്ധി. അടുത്ത വർഷത്തേക്ക് നിശ്ചയിച്ച പദ്ധതികൾ പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ്, എന്താണ് ഈ കർക്കശമായ നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യം? വേണു, വൈദ്യുതി ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ദീർഘകാല കരാർ റദ്ദാക്കിയതാണ്. അതോടൊപ്പം തന്നെ മഴ ലഭ്യമല്ലാത്തതും സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വൈദ്യുതി തുക നൽകാത്തതും കെ.എസ്.ഇ.ബിയെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുന്നു. വേനൽക്കാലം കൂടി ആകുന്നതോടെ ഈ പ്രതിസന്ധി രൂക്ഷമാകും എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് ചെയർമാൻ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കേണ്ട എന്നൊരു നിർദ്ദേശം ഇപ്പോൾ വൈദ്യുതി ബോർഡ് ചെയർമാൻ നൽകിയിരിക്കുന്നത്. ഈ 2024 വർഷത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുക. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതും എന്നാൽ ജോലി തുടങ്ങാത്തതുമായ എല്ലാ പണികളും മാറ്റിവെക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത വർഷത്തേക്ക് 2024-25 വർഷത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതികൾ പുനഃപരിശോധിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഫണ്ട് ആവശ്യകത മുൻകൂട്ടി അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാന വൈദ്യുതി ബോർഡ് ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ബോർഡ് പ്രതിസന്ധിയിലാവുകയും സ്തംഭനാവസ്ഥയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വേണു, ഗിരീഷ്, ഈ ദീർഘകാല കരാറുകൾ റദ്ദാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് കമ്മീഷൻ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതിലെ തുടർ നടപടികൾ വൈകുന്നത് എന്തുകൊണ്ട്? ഇക്കാര്യത്തിൽ കമ്മീഷൻ കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ വൈദ്യുതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വൈദ്യുതി കമ്പനികൾ നൽകുന്ന എന്നുള്ള ഒരു ന്യായീകരണം നേരത്തെ ഉണ്ടാക്കിയ കരാറിൽ 4 രൂപ 29 പൈസ എന്ന നിരക്കായിരുന്നു യൂണിറ്റിന് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ വൈദ്യുതിക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ നിരക്കിൽ നൽകാനാകില്ല. മാത്രമല്ല, കരാർ റദ്ദാക്കിയതോടുകൂടി തങ്ങൾക്ക് വൈദ്യുതി നൽകാനുള്ള നിയമപരമായ ബാധ്യത ഇല്ലാതായി എന്നുള്ളതാണ് കമ്പനികൾ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാനാകില്ല എന്നും ഇവർ നിലപാടെടുത്തിരിക്കുന്നു. മാത്രമല്ല, കൂടുതൽ നടപടികളിലേക്ക് കമ്മീഷൻ കടക്കുകയാണെങ്കിൽ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ വൈദ്യുതി ഉത്പാദന കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് പുതിയ ടെൻഡർ ക്ഷണിച്ചതും. പക്ഷേ അപ്പോഴും നിലവിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുകയാണ് ഇപ്പോൾ ഓരോ ദിവസവും ആവശ്യകത നിറവേറ്റുന്നത്. ഇതാണ് ബോർഡിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വേണു, വി.എ. ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.